ബിജെപിയെയും RSSനെയും കുറ്റം പറയുന്നവർ ഒരു കാര്യം അറിയുന്നില്ല. അവർ രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ കുറിച്ച്. ജമ്മുവിലെ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലെ 50 സീറ്റുകൾ ഇപ്പോൾ ഇല്ലാതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല ഇത് സംഭവിച്ചത്. മറിച്ച് അവരുടെ പ്രവേശനം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മത താല്പര്യങ്ങൾക്കൊത്തതല്ലായിരുന്നു എന്നത് മാത്രമാണ് കാരണം. എന്നാൽ ആ 50 പേരിൽ തന്നെ 8 ഹിന്ദു കുട്ടികളും ഒരു സിഖ് കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളത് അവരങ്ങ് മറന്നുകളഞ്ഞു. ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് കാശ്മീരിൽ നിന്നുള്ള 42 വിദ്യാർത്ഥികൾ നീറ്റ് എഴുതി വിജയിക്കുകയും പ്രവേശനത്തിന് അർഹത നേടുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ പ്രവേശനം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഈ കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് എതിർത്തു. ഹൈന്ദവ ഭക്തരുടെ സംഭാവനകൾ ഉപയോഗിച്ചാണ് ഈ സ്ഥാപനം നിർമ്മിച്ചതെന്നായിരുന്നു അവരുടെ വാദം. നവംബറിൽ ആരംഭിച്ച ഈ സമരം ശക്തമായതോടെ ജനുവരി 6-ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി MBBS കോഴ്സിനുള്ള അനുമതി തന്നെ അങ്ങ് പിൻവലിച്ചു. ഇതിലൂടെ ഒരു കാര്യം മാത്രമാണ് അറിയാൻ പറ്റുന്നത്: അധികാരം പരസ്യമായി ദുർവിനിയോഗിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് പഠനകാര്യങ്ങളിൽ എപ്പോഴാണ് ഇത്തരത്തിലുള്ള മതപരമായ സെൻസർഷിപ്പുകൾ ഉണ്ടായി തുടങ്ങിയത്? ഭാവിയിൽ കുട്ടികൾ പഠിച്ചു വരുമ്പോൾ മതം നോക്കിയവർക്ക് ഡിഗ്രികൾ കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണോ ഇന്ത്യ മാറുക? മറ്റിടങ്ങളിലെല്ലാം ആളുകൾ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. എന്നാൽ ഇവിടെയുള്ളവർ ഒരു കോളേജ് കൂട്ടിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. ഇന്ത്യയുടെ തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുറച്ചധികം വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നേയില്ല. ഇന്ന് ഭാവി ജനറേഷന് വേണ്ടി ഒരുങ്ങുന്നത് മതസ്പർദ്ധ മാത്രമാണ്. ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം: വിദ്യാഭ്യാസത്തെ ഇവർ ഭയക്കുന്നുണ്ട്. ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ഉത്തരങ്ങൾക്ക് പകരം കൊഞ്ഞനം കുത്തി കാണിക്കുന്നവർക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. ഈ കുട്ടികൾ ആരും സംവരണത്തിലൂടെ വന്നവരല്ല. ആ മെഡിക്കൽ കോളേജ് ഒരു ന്യൂനപക്ഷ സ്ഥാപനവുമായിരുന്നില്ല. എല്ലാവരും മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരുടെ അഭിപ്രായത്തിൽ രാജ്യത്ത് ഒരേ ഒരു സർവകലാശാല മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ആ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ വരുന്നത് മോദിജി വിഷ്ണുദേവന്റെ അവതാരമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2014-ലാണെന്നും ഗോഡ്സെ ഒരു ദേശീയാഭിമാനിയാണെന്നും ഒക്കെയാണ്. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം: നമ്മുടെ രാജ്യത്തിന്റെ പേര് ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നതും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെ ഉണ്ടാകുമ്പോഴാണെന്നാണ്. അല്ലാതെ വെറുപ്പിലൂടെയും പ്രൊപ്പഗണ്ടയിലൂടെയും അല്ല എന്നുള്ളതുമാണ്. യോഗ്യതയല്ല, മറിച്ച് മതം മാനദണ്ഡമായി മാറുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്.